അന്തിമ വിജയം നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ്. അതുകൊണ്ട് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി കർത്താവിന് വിട്ടുപോകരുത്. അങ്ങനെ വിട്ടുപോയ ആളാണ് യൂദ. വിട്ടുപോയതിന് അദ്ദേഹം വലിയൊരു വില നൽകേണ്ടതായിട്ട് വന്നു. സങ്കടത്തിലിരിക്കുന്ന ദാവീദിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു, ആർഖ്യനായ ഹൂശായി. സഹായിക്കാനായിട്ട് ആരും അടുത്ത് ചെല്ലാതിരുന്നപ്പോൾ ഒരു മനുഷ്യൻ, നിസ്സഹായനാണ്, കീറിയ വസ്ത്രമുള്ളവൻ, തലയിൽ മണ്ണും വാരിയിട്ട് സങ്കടത്തോട് വരികയാണ്. ഞാൻ കൂടെ നിൽക്കാമെന്ന് പറയുന്നു. യേശുവിനോട് കൂടെ നിൽക്കാൻ ഒരു മനുഷ്യൻ വന്നു. ആരും ധൈര്യത്തോടെ പോകാതിരിക്കുമ്പോൾ അവനായിരുന്നു കുറേനക്കാരനായ ശീമോൻ. അവനെ ഒരു ദൗത്യം യേശു ഏൽപ്പിക്കുകയാണ്, അല്പനേരം ഈ ഭാരം ഒന്ന് ചുമക്ക്. അതുപോലെ ദാവീദ് ഇവനോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുക, നിനക്ക് അഹീത്തോഫലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കാൻ പറ്റും. ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നിങ്ങൾക്ക് സഹായകസ്തവുമായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയക്കും.